ജീസസ്. കർത്താവിനറിയാം ലാസറിനെ പിടിച്ച ഈ രോഗം മരണം വരെ വലിച്ചുകൊണ്ട് പോകും. പക്ഷെ ദൈവം പ്ലാൻ ചെയ്തു, കൊണ്ടുപോകുന്ന അത്രയും നീ കൊണ്ടുപോകൂ, അവിടുന്ന് എനിക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് ജനത്തിന് കാണിച്ചു കൊടുക്കണം. ഒരു വെളിപ്പാട് പറയാം, പരിധി വിട്ട ചില വിഷയത്തിൽ പരിധികളില്ലാത്ത ഇടപെടലുണ്ടാവും. മെഡിക്കൽ സയൻസ് തള്ളിയ ചില വിഷയത്തിൽ, കോടതി തള്ളിയ ചില വിഷയത്തിൽ, നിന്റെ ബുദ്ധി അപരമായ ചില വിഷയത്തിൽ പരിമിതികളില്ലാത്ത ഇടപെടൽ ദൈവത്തിന്റെ ഭാഗത്തു നിന്ന്, ദൈവത്തിന്റെ ആർമി ഇന്ന് നിനക്ക് വേണ്ടി എഴുന്നേക്കുക. തന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി വിടുവിക്കുന്ന ആ ദൈവത്തിന്റെ കരം. ജീസസ്, ജീസസ്. യാക്കോബിനെ വാളിനറുത്ത് കൊന്നപ്പം സഭയോർത്തു ഒരു സാധാരണ സംഭവമാണ്. സുവിശേഷകനെ സംബന്ധിച്ച് ഒരു സുവിശേഷകൻ സുവിശേഷ വേലയ്ക്ക് സമർപ്പിക്കുമ്പോൾ അവൻ പറയുന്നൊരു കാര്യമുണ്ട്, ഇവിടെ വീണ് മരിച്ചാലും ആ സുവിശേഷകന് പരാതിയില്ല. സുവിശേഷകരോട് ചോദിര്, ചുമ്മാ വേലയ്ക്ക് ഇറങ്ങിയവന്മാരോടല്ല, യഥാർത്ഥ വേലയ്ക്ക് ഇറങ്ങിയവരോട് ചോദിര്, ഇവിടെ വീണ് മരിച്ച പരാതി ഉണ്ടോ പാസ്റ്റേ? ഉണ്ടോ പാസ്റ്റേ? ഉണ്ടോ പാസ്റ്റേ? ഇല്ല, ഇല്ല, ഒരുത്തർക്കും പരാതിയില്ല. യാക്കോബിനെ വാളുകൊണ്ട് കൊന്നപ്പം സഭ അതിനെ ഒരു സാധാരണ സംഭവമായിട്ട് എടുത്തു. പക്ഷേ അപ്പോസ്തലന്മാരിലെ അഗ്രഗണ്യനായ പത്രോസിനെ പിടിച്ചപ്പം സഭയ്ക്ക് മനസ്സിലായി ഇത് സാധാരണ സംഭവമല്ല, ശത്രു പിടിമുറുക്കിയിട്ടുണ്ട്, പ്രാർത്ഥന ആരംഭിക്കണം. ഉണ്ടെന്നില്ല, ഞാൻ നിങ്ങളോട് പറയാം, ശത്രു എവിടെ പിടിമുറുക്കിയാലും അവിടെ ലൈഫിൽ ഇന്ന് വരെ നടക്കാത്ത കാര്യം ആ വിഷയത്തിൽ ദൈവം ചെയ്യും.